മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ചർച്ചയാകുന്നു. രാജസ്ഥാൻ, കർണാടക തെരഞ്ഞെടുപ്പ് റാലികളിലായിരുന്നു മോദിയുടെ വിദ്വേഷ പ്രസംഗം. മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധമായിരുന്നു രാജ്യത്ത് ഉയർന്നിരുന്നത്. Priyata Brajabasi brings us this report from New Delhi. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। രാജസ്ഥാനിലും കർണാടകയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ രാജ്യമെങ്ങും വലിയ പ്രതിഷേധത്തിലേക്കും ചർച്ചയിലേക്കും വഴിവെച്ചതിനിടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം മോദിയുടെ പരാമർശങ്ങൾ ചർച്ചയാകുന്നത്. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരെന്നുമുള്ള തെറ്റായ വ്യാഖ്യാനം നൽകാനായിരുന്നു രാജസ്ഥാനിലെ പ്രസംഗത്തിലൂടെ മോദി ശ്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഒടുവിലായിരുന്നു മോദിയുടെ കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം. തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ മോദി വിദ്വേഷ പ്രസ്താവനകൾ തുടർന്നു. സംവരണ പട്ടികയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി പിന്നാക്ക സംവരണം അട്ടിമറിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നും ഇത് താൻ അനുവദിക്കില്ലെന്നുമായിരുന്നു മോദി കർണാടക തെരഞ്ഞെടുപ്പ് റാലിയിൽ ആരോപിച്ചത്. പ്രതിപക്ഷം മോദിയുടെ പ്രസ്താവനകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നെങ്കിലും കമ്മീഷന്റെ ഭാഗത്തു നിന്നും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടികളുണ്ടായില്ല. രാജ്യത്തെ പ്രധാന ദേശീയ മാധ്യമങ്ങൾ പോലും മോദിയുടെ പ്രസ്താവന ചർച്ചയാക്കാതിരിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതും ഇന്ത്യക്ക് നാണക്കേടായി മാറുന്നതും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.